അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴും എന്നോട് അവരൊക്കെ പറഞ്ഞത് ഫുള്ള് ഹെയർ ക്ലീൻ ഷേവ് ചെയ്തിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഈ BHSയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവരെൻ്റെ അടുത്ത് അങ്ങനെ അത് കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഹെയർ ഫുള്ള് ക്ലീൻ ചെയ്യാതെ തന്നെ ഹെയർ ലൈൻ മാത്രം ട്രാൻസ്പ്ലാന്റ് ചെയ്തു തന്നു. അപ്പോൾ ഇനി എന്തായാലും ഒരു 3-4 മാസത്തിന് ശേഷമേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഒടുവിൽ ആ ദിവസം വന്നു. രാജാവ് തിരിച്ചു വന്നു. ഹായ്, നമസ്കാരം. ഞാൻ വിഷ്ണു വിജയൻ. ഞാനിപ്പോൾ ഇരിക്കുന്നത് എറണാകുളം വൈറ്റിലയിലുള്ള BHSയിലാണ്. ഞാൻ 1 വർഷം മുമ്പ് ഇവിടെ വന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹെയർ ലൈൻ കറക്ഷനായിരുന്നു ഞാൻ ചെയ്തത്. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ, 1 വർഷം മുമ്പ് എൻ്റെ ഹെയർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, 2 സൈഡിൽ നിന്ന് നല്ലപോലെ കയറി. അതുമാത്രമല്ല, ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഹെയറും സ്കിന്നും അതൊക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ സാറിനെ കണ്ടപ്പോൾ ഞാൻ വിശദീകരിച്ച് പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇവരുടെ സർവീസ് ആണെങ്കിലും വളരെ നല്ല സർവീസാണ്. നല്ല കറക്റ്റായിട്ട് ഒരു ഫോളോ അപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ എല്ലാം ഒരു കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഈയിടയ്ക്ക് എന്തോ ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ എന്തോ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പറയുന്ന ഒരു വീഡിയോ എന്തോ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാവുന്ന കുറേ സുഹൃത്തുക്കൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും പേടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളവരുടെ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി, നമുക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും.